ഓക്കെ, ഓക്കെ. SQL എന്താന്നൊക്കെ പറയുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം അറിയേണ്ടത് എന്താണ് ഡാറ്റാബേസ് എന്നുള്ളതാണ്. ഡാറ്റാബേസിൽ നിന്നാണ് നമ്മൾ SQL എന്താന്നുള്ള ആ ഒരു സ്റ്റോറി പറയാൻ പോകുന്നത്. ബേസിക്കലി ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ വരുന്നത് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ. ഓക്കെ, സ്ട്രക്ചേർഡ് ഡാറ്റയുടെ ഒരു കളക്ഷൻ ആണ് ഡാറ്റാബേസ് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഓരോ ഫോൾഡേഴ്സും അല്ലെ, ഓരോ ഫോൾഡറിനകത്താണ് നമ്മൾ ഓരോ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അല്ലെ. അപ്പൊ അതുപോലെ ഇപ്പൊ ഒരു ഫോൾഡറിനെ വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഡാറ്റാബേസ് എന്ന് വിളിക്കാം. ഓക്കെ, നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു ഫോൾഡറിനെ നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാം, ഡാറ്റാബേസ് ആണെന്ന് പറയാം. പക്ഷേ ഇപ്പൊ ഒരു കമ്പനിയുടെ ഒക്കെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഡാറ്റാസ് എന്ന് പറയുന്നത് വളരെ വലിയ ഡാറ്റ ആയിരിക്കും. അപ്പൊ ആ ഡാറ്റനെ നമുക്ക് ലോക്കലി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന്റെ ഫോൾഡറിലോട്ട് സേവ് ചെയ്ത് വെക്കല് എന്താ പറയാ, ഒന്നും സേഫ് അല്ല, പിന്നെ അങ്ങനെ ചെയ്യല് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ കുറെ ഡാറ്റ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ഫോൾഡറിലോട്ട് സേവ് ചെയ്യാന്ന് പറയുന്നത് സേഫും അല്ല, അത് ബുദ്ധിമുട്ടുമാണ്, അങ്ങനെ ചെയ്യരുത്. അപ്പൊ അത്തരത്തിലൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഹ്യൂജ് ഡാറ്റാസ് ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ബേസിക്കലി ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്. ഡാറ്റാബേസിനകത്ത് നമുക്ക് ക്ലൗഡ് ഡാറ്റാബേസ് ഒക്കെ വരുന്നുണ്ട്. ഈ ക്ലൗഡ് ഡാറ്റാബേസിനകത്തൊക്കെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതൊരു ഹ്യൂജ് ഡാറ്റ ആകുമ്പോഴാണ്, നമ്മുടെ ലോക്കലായിട്ട് സിസ്റ്റത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മൾ ഡാറ്റാബേസിനെ ക്ലൗഡ് ഡാറ്റാബേസിലോട്ടൊക്കെ മാറ്റുന്നത്. അപ്പോൾ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് നമുക്ക് വരുന്നുണ്ട്. ഇനി എന്തിനാ ഈ ഡാറ്റാബേസ് യൂസ് ചെയ്യുന്നത്? അപ്പൊ ഒന്ന് ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ ഒരു വലിയ ഡാറ്റ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിനെ ലോക്കലി മീൻസ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ഇപ്പൊ വേറെ നമ്മുടെ ഫോണിലോ എവിടെയെങ്കിലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കൽ ബുദ്ധിമുട്ടാവുന്നത് കൊണ്ടാണ് നമ്മൾ ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡാറ്റയെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനും അതേപോലെ തന്നെ അതിന് സ്റ്റോർ ചെയ്ത് വെക്കാനും ഒക്കെ സിമ്പിൾ ആണ്, ഈസി ആണ്. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ ഒരു കേസ് എന്ന് പറയുന്നത്. വൈ ഡാറ്റാബേസ്, അതിന്റെ ഒരു ആൻസർ എന്ന് പറയുന്നത് അത് സിംപ്ലർ ആണ്, അതേപോലെ തന്നെ ഈസിയർ ആണ്. ഈസി ആയിട്ട് നമുക്ക് അതിനെ സ്റ്റോർ ചെയ്യാനും ആക്സസ് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ വേറൊരു കേസ് പറയുവാണെങ്കിൽ സെക്യൂർ ആണ്. എന്തുകൊണ്ട് സെക്യൂർ ആണെന്ന് പറയാൻ കാരണം, ഡാറ്റാബേസിലോട്ട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ അതൊരു പെർട്ടിക്കുലർ ലൊക്കേഷനിൽ മാത്രമല്ല പോയിട്ട് സ്റ്റോർ ആവുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പോലെ പറയുവാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അതായത് ഡാറ്റാബേസിനകത്ത് ഒരു 3 ഫോൾഡർ ഉണ്ടെന്ന് വിചാരിച്ചോ, ABC. ഓക്കെ, നമുക്കൊരു പേര് കൊടുക്കാം, ABC. അപ്പൊ ഞാൻ വൺസ് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്നത് വഴി അത് എയിലോട്ട് സ്റ്റോർ ആകും, ബിയിലോട്ടും സ്റ്റോർ ആകും, സിയിലോട്ടും സ്റ്റോർ ആകും. ഓക്കെ, ഇപ്പൊ വൺസ് നമ്മുടെ ആ എ എന്ന് പറയുന്ന ഫോൾഡർ നശിച്ചു പോയി എന്ന് വിചാരിച്ചോ, നശിച്ചു പോയി എന്ന് വെച്ചിട്ട് നമ്മുടെ ഡാറ്റ മിസ് ആവുന്നുണ്ടോ? ഇല്ല, നമുക്ക് ബാക്കപ്പ് പ്ലാൻ ഉണ്ട്, ബിയിലും സിയിലും അതേ ഡാറ്റ തന്നെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് സെക്യൂർ ആണെന്ന് പറയുന്നത്. ഒന്ന് മിസ് ആയി പോയി കഴിഞ്ഞാലും നമുക്ക് പിന്നെ അതിനെ റിട്രീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഡാറ്റാബേസിനെ സംബന്ധിച്ച് അവൈലബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് സെക്യൂർ ആണെന്ന് നമുക്ക് പറയാം. പിന്നെ പറയുന്നത് ഫാസ്റ്റർ ആണ്. എന്തുകൊണ്ട് ഫാസ്റ്റർ ആണെന്ന് പറയാൻ കാരണം, ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇപ്പൊ നമ്മൾ ആമസോൺ പോലത്തെ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ട് ഇപ്പൊ എനിക്ക് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ മീഷോ എടുക്കാം. മീഷോ എടുത്തിട്ട് എനിക്ക് ഒരു ടീഷർട്ട് ആണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ അതിൽ ടീഷർട്ട്, ബ്ലാക്ക് ടീഷർട്ട് എന്ന് സെർച്ച് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാം, മീഷോ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രൊഡക്ട്സുകൾ ഉണ്ട് അല്ലെ. ഈ പ്രൊഡക്ട്സിന്റെ ഡാറ്റ ഒക്കെ എവിടെയാണ് കിടക്കുന്നത്? ഒരു ഡാറ്റാബേസിനകത്താണ് കിടക്കുന്നത്. ആ ഡാറ്റാബേസിൽ നിന്ന് ഞാൻ അവിടെ സെർച്ച് ചെയ്തപ്പോൾ ടീഷർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ വളരെ ക്വിക്ക് ആയിട്ട് എനിക്ക് എന്ത് കിട്ടി? ഡാറ്റാബേസിൽ നിന്ന് ടീഷർട്ടുകളെ മാത്രം എക്സ്ട്രാക്ട് ചെയ്തിട്ടുള്ള ടീഷർട്ടിന്റെ മാത്രം പിക്ചേഴ്സ് എനിക്ക് കിട്ടി അല്ലെ. ഇനി ഞാൻ പറയുവാണ്, ആ ടീഷർട്ടിൽ നിന്ന് എനിക്ക് ബ്ലാക്ക് കളർ ടീഷർട്ട് ആണ് വേണ്ടതെന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും അത് ക്വിക്ക് ആയിട്ട് എന്ത് ചെയ്തു തരും? ആ ലിസ്റ്റ് ഓഫ് ടീഷർട്ടുകളിൽ നിന്ന് ബ്ലാക്ക് കളറിനെ മാത്രം നമുക്ക് എടുത്തു തരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് അത് അവിടെ ഒരു ഡാറ്റാബേസ് ആണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ചോദിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ ഫിൽട്ടർ ചെയ്ത് തരണമെങ്കിൽ ആ ഡാറ്റ കിടക്കുന്നത്, ഓരോ ഡാറ്റാസും കിടക്കുന്നത് ഒരു ഡാറ്റാബേസിന്റെ ഉള്ളിലാണ്. ആ ഡാറ്റാബേസിൽ നിന്നാണ് നമ്മൾ പറയുന്നതിനനുസരിച്ച് ഇതിങ്ങനെ നമുക്ക് ഫിൽട്ടർ ചെയ്ത് കിട്ടുന്നത്. ആ ഫിൽട്ടർ ചെയ്ത് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന, ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റേനെ എടുത്ത് കൊണ്ട് തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ആളാണ് SQL എന്ന് പറയുന്ന സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, SQLന്റെ ഫുൾ ഫോം ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്. വാട്ട് എവർ, അതിലോട്ട് നമുക്ക് പിന്നെ വരാം. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡാറ്റാബേസസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെറിയ രീതിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റാബേസിന്റെ ഡെഫിനിഷൻ ആണ് ആദ്യം വന്നിട്ടുള്ളത്. ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് സ്ട്രക്ചേർഡ് ഡാറ്റ ഈസ് നോൺ ആസ് എ ഡാറ്റാബേസ്. ദെൻ സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഡാറ്റാബേസ് ആണ്. നമുക്ക് രണ്ട് ടൈപ്പ് ഡാറ്റാബേസ് ആണ് വരുന്നത്. ഒന്ന് റിലേഷണൽ ഡാറ്റാബേസസും ദെൻ സെക്കൻഡ് വൺ ഈസ് നോൺ റിലേഷണൽ ഡാറ്റാബേസസും. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡാറ്റാബേസസ് ആണ് കോമൺലി ഉള്ളത്. ഇതിനകത്ത് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഡാറ്റകളെ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഡാറ്റാസ് ഒരു ടാബുലാർ ഫോമിലായിരിക്കും സ്റ്റോർ ആയിട്ട് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ഡാറ്റ കൊടുക്കുകയാണെങ്കിൽ, ഡാറ്റാബേസിലോട് ഞാനൊരു ഡാറ്റ സ്റ്റോർ ചെയ്യുമ്പോൾ ആ ഡാറ്റ ഒരു ടേബിൾ ഫോമിലായിരിക്കും സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അത്തരത്തില് ടാബുലാർ ഫോമിൽ ഡാറ്റയെ ഒക്യുപ്പൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നും അതിൽ കൂടുതലോ ടേബിൾസ് ആയിട്ടായിരിക്കും ഡാറ്റാസ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഡാറ്റാബേസിനെയാണ് റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ടേബിൾ ആയിട്ട് ഡാറ്റയെ സ്റ്റോർ ചെയ്യുന്ന ടൈമിൽ മൾട്ടിപ്പിൾ ടേബിൾസ് ഉണ്ടാകും. ഈ മൾട്ടിപ്പിൾ ടേബിൾസും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാകും.
ഓക്കെ. എങ്ങനെയാ റിലേഷൻ ഉണ്ടാവുന്നത്? മേ ബി അതിനകത്ത് എല്ലാ ടേബിളിനകത്തും ഒരു കോമൺ കോളം ഉണ്ടാകും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഞാൻ പറയുവാണ് എനിക്ക് ഞാനിപ്പോ എന്താ പറയാ എംപ്ലോയീസിന് അല്ലെങ്കിൽ എംപ്ലോയീസ് വേണ്ട. നമ്മളിപ്പോ ഈ ടീഷർട്ടിന്റെ കേസ് തന്നെ എടുക്കാം. ഞാൻ ഈ ഐറ്റംസ് ആ കൊടുക്കുന്നത്. ഐറ്റം നെയിംസ് അല്ലെങ്കിൽ ഐറ്റംസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഐറ്റത്തിന്റെ ഒരു ഐഡി, ഓരോ ഐറ്റത്തിനും ഒരു ഐഡി ഉണ്ടാകും. ആ ഐറ്റം ഐഡി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ടേബിൾസിൽ കോമൺ ആയിട്ട് വരാവുന്നതാണ്. അപ്പൊ അങ്ങനെ ഐറ്റം ഐഡി പോലത്തെ ഒരു കോളം മൾട്ടിപ്പിൾ ടേബിൾസിനകത്ത് കോമൺ ആയിട്ട് വരികയാണെങ്കിൽ അതിനെയാണ് ഇവിടെ റിലേഷൻഷിപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൾട്ടിപ്പിൾ ടേബിൾസിനകത്ത് ഒരു കോമൺ കോളം വരികയാണെങ്കിൽ അത്തരത്തിലുള്ള കോളത്തിനെയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ടേബിൾസിന് തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഒന്ന് മറ്റൊന്നിനോട് കണക്റ്റഡ് ആണ് അല്ലെങ്കിൽ റിലേറ്റഡ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിലേഷണൽ ഡാറ്റാബേസ് ആണ്. നോൺ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുമ്പോൾ ഡാറ്റ തന്നെ ഒരു ടേബുലാർ ഫോർമാറ്റിൽ ആയിരിക്കില്ല സ്റ്റോർ ചെയ്യുന്നത്. നമുക്ക് ഒരു ജേസൺ ഫയൽ പോലെ, ജേസൺ ഫയൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ അത് വിട്ടേക്കും, ലീവ് ഇറ്റ്, നമുക്കത് മാറ്റർ അല്ല. അതായത് ടേബിൾ അല്ലാത്ത രീതിക്ക് ഡാറ്റനെ സ്റ്റോർ ചെയ്യുന്ന ഒന്നാണ് നോൺ റിലേഷണൽ ഡാറ്റാബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഡാറ്റാബേസ് വരുന്നുണ്ട്. ദെൻ ഇനി എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഈ പ്രൈമറി കീ ഫോറിൻ കീ അവിടെ കിടന്നോട്ടെ. നമുക്ക് നോക്കേണ്ടത് വാട്ട് ഈസ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. അതായത് ഇപ്പൊ നമുക്ക് ഞാനിപ്പോ പറഞ്ഞു ഓൾറെഡി നമുക്കൊരു ഡാറ്റാബേസ് ഉണ്ട് അല്ലെ. ആ ഡാറ്റാബേസിലുള്ള ഡാറ്റനെ നമുക്ക് ഇങ്ങനെ ഫെച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ ഇപ്പൊ ഞാനൊരു യൂസർ ആണ്, എനിക്കായിരുന്നു ആമസോണിൽ നിന്ന് എന്ത് വേണ്ടത്, ഈ പറയുന്ന ഐറ്റത്തിനെ വേണ്ടത്, ടീഷർട്ടിനെ വേണ്ടത് അല്ലെ. അപ്പൊ ഞാനാകുന്ന യൂസർ പോയിട്ട് എന്ത് ചെയ്യണം, അവിടെ ടീഷർട്ട് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഡാറ്റാബേസിൽ നിന്ന് ഈ ഡാറ്റനെ എനിക്ക് ആരെങ്കിലും എടുത്തുകൊണ്ട് തരണം അല്ലെ. വെറുതെ നമുക്ക് കിട്ടില്ല, ഒരാളെ എടുത്തു തരണം. ആ എടുത്തു തരുന്ന സംഭവമാണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ്. ആ കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റനെ നമുക്ക് യൂസറിലോട്ട് കൊണ്ടുതരുന്നത്. ഓക്കെ, അപ്പോൾ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഇസ് എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ദാറ്റ് അലോസ് യു ടു ക്രിയേറ്റ്, മാനേജ് ആൻഡ് ഓപ്പറേറ്റ് എ ഡാറ്റാബേസ്. ഒരു ഡാറ്റാബേസിനെ ഓപ്പറേറ്റ് ചെയ്യാനും അതിനെ മാനേജ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഡാറ്റാബേസിൽ നിന്ന് നമുക്ക് വേണ്ട സംഭവം ആക്സസ് ചെയ്ത് കൊണ്ടുതരുന്നത്. ഓക്കെ, അപ്പോ ഈ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പ്രത്യേക നോട്ട് ചെയ്യണം, കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് കൊടുത്തിട്ടുണ്ട്. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് SQL എന്ന് പറയും. ആ SQL ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഡാറ്റയെ ഫെച്ച് ചെയ്ത് എടുത്തുകൊണ്ട് തരുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞു ഡാറ്റാബേസിനെ സംബന്ധിച്ച് റിലേഷണൽ ഡാറ്റാബേസും നോൺ റിലേഷണൽ ഡാറ്റാബേസും ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുമ്പോൾ റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനായിട്ട് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റവും നോൺ റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യാനായിട്ട് നോൺ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് ഉള്ളത്. നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് നോൺ റിലേഷൻ അല്ല, റിലേഷണൽ ആണ്. അപ്പൊ റിലേഷണൽ ഡാറ്റാബേസിനെ മാനേജ് ചെയ്യുന്ന ആളാണെങ്കിൽ റിലേഷണൽ ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ എടുത്തു തരാൻ നമ്മളെ സഹായിക്കുന്ന ആളാണ് റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം. അതിനകത്ത് യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് SQL എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഈ ചോദിക്കുമ്പോൾ ടീഷർട്ട് ഒക്കെ എടുത്ത് തരുന്നുണ്ടെങ്കിൽ അതിന്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്ന കോഡാണ് SQL എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പോലത്തെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അതായത് ഇപ്പൊ പൈത്തൺ, C++ ഒക്കെ പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഒക്കെ പോലത്തെ ഒരു ലാംഗ്വേജ് ആണ് ഈ പറയുന്ന SQL എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ്. അത് ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ്. എന്തിനു വേണ്ടിയിട്ട്, നമുക്ക് ഡാറ്റനെ ആക്സസ് ചെയ്ത് തരാനും തിരിച്ചതുപോലെ നമ്മൾ കൊടുക്കുന്ന ഒരു ഡാറ്റനെ സ്റ്റോർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് SQL. അതിന്റെ ഫുൾ ഫോം ആണ് സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണോ? ഞാൻ കുറെ കഥ പറഞ്ഞു. ഓക്കെ ആണോ അത്? ഓക്കെ ആണ് മാം. Yeah, perfectly okay. ഓക്കെ, ഇനി നമുക്ക് ഇനിയുണ്ട് കുറച്ചുകൂടെ കഥ പറയാന്. പക്ഷെ ആ സ്റ്റോറീസ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ സാധനം ചെയ്യാനുള്ള ഇപ്പൊ SQLന്റെ കോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് MySQL വർക്ക് ബെഞ്ച് ആണ്. MySQL വർക്ക് ബെഞ്ചിനകത്താണ് നമ്മളിവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതിലോട്ട് ഡാറ്റ കൊടുക്കുന്നതൊക്കെ MySQL വർക്ക് ബെഞ്ച് യൂസ് ചെയ്തിട്ടാണ്. മുമ്പ് SQL പഠിച്ചവരൊക്കെ ചിലപ്പോൾ ഒറാക്കിളിലൊക്കെ ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിവിടെ MySQL വർക്ക് ബെഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഓൾറെഡി എന്റെ സിസ്റ്റത്തിനകത്ത് അത് ഡൗൺലോഡ് ആണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ ആരെങ്കിലും ഹെൽപ്പ് വേണം അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് കാണിക്കാനായിട്ട്. ഒരാളൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്യുക, ഞാൻ സ്റ്റെപ്സ് പറയാം, നിങ്ങൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ഓക്കെ, ഗൂഗിളിനകത്ത് MySQL ഡൗൺലോഡ് എന്ന് കൊടുത്തേ.
അതിനകത്ത് 8.0.42 എടുത്തേ. ഒരു സെക്കൻഡ്. ഓക്കെ, അതിനകത്ത് ആ 2.1 മില്യൺ എന്ന് പറഞ്ഞ് കിടക്കുന്നതില്ലേ, അത് ഡൗൺലോഡിന് കൊടുക്ക്. നോ താങ്ക്സ്, ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ്. ഓക്കെ, അതൊന്ന് ഓപ്പൺ ചെയ്തോട്ടെ. അതിനകത്ത് കസ്റ്റം ചൂസ് ചെയ്യാം. ഒരു മിനിറ്റ്, ബാക്കിയുള്ളവർ ഇവിടം വരെ ആയോ? അല്ല മാം ഇപ്പൊ ചെയ്യാം. ഒന്ന് ഫാസ്റ്റ് ആയിട്ട് ഈ ഒരു കസ്റ്റം എന്നുള്ള സ്റ്റെപ്പ് വരെ ഒന്ന് എത്തിച്ച് എല്ലാവരും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയാൽ നിങ്ങൾക്ക് സ്റ്റെപ്സ് കിട്ടില്ല. മാം ഒരു ഡൗട്ട്, അതിൽ മാം രണ്ട് ഓപ്ഷൻസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏത് സെലക്ട് ചെയ്യേണ്ടത്? അതായത് 2 പോയിന്റ് MySQL ഡൗൺലോഡ് അല്ല, MySQL ഡൗൺലോഡ് എന്ന് കൊടുക്കുമ്പോൾ അതിന്റെ തൊട്ട് താഴെ 8.0.42 എന്ന് പറഞ്ഞു വരും. യെസ്, അതിൽ കയറിയപ്പോൾ രണ്ട് ഓപ്ഷൻസ് കിടക്കുന്നുണ്ട്. അതിനകത്ത് ഫസ്റ്റ് ഒരു 2.1 മില്യന്റെ യെസ് യെസ്. വ്യൂസ് ഉള്ളത്, അത് ഓക്കെ. ഡൗൺലോഡ് കൊടുക്കും. ഓക്കെ. മാം ഡൗൺലോഡ് കൊടുത്തിട്ട് നോ താങ്ക്സ് ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ് അല്ലേ ഓപ്ഷൻ അതെ, കൊടുക്കേണ്ടത്? നോ താങ്ക്സ്, ജസ്റ്റ് സ്റ്റാർട്ട് മൈ ഡൗൺലോഡ്. അനന്തുന് ഓൾറെഡി ഉണ്ടാവില്ലേ SQL? അനന്തു എന്റെ ഈ സിസ്റ്റത്തിലില്ല, ഇത് എന്റെ വീട്ടിലെ സിസ്റ്റം. ഓക്കെ. ഏതിലാ SQL ചെയ്യാറ്? വർക്ക് ബെഞ്ചിൽ തന്നെയാണോ? അല്ല, എനിക്ക് കമ്പനിയിലൊക്കെ ഉണ്ടാവും, അതിനകത്ത് ചെയ്യുന്ന വലിയ ആവശ്യം വരാറില്ല. ഞാൻ കൂടുതലും എക്സൽ ഉപയോഗിക്കണം. ഓക്കെ. ഇതിന്റെ ആവശ്യം അങ്ങനെ വന്നിട്ടുണ്ടാവില്ല അല്ലെ? ഇല്ല, ഉണ്ട്, പക്ഷെ ആവശ്യം വന്നിട്ടില്ല. എല്ലാം ഉണ്ട്, അക്ഷരം എല്ലാം ഉണ്ട്. ഓക്കെ. എന്തായി, ബാക്കിയുള്ളവർ എത്തിയോ? അവിടെ കസ്റ്റം വരെ എത്തിയോ? മാം അത് ഡൗൺലോഡ് ചെയ്തു, പക്ഷേ ഈ കസ്റ്റം ആ ഓപ്ഷൻ കണ്ടിട്ടില്ല. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്തോ ഫയല്? യെസ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തപ്പോ എന്താ വന്നേ? ഓപ്പൺ ചെയ്തപ്പോ യൂഷ്വലി വരാറുള്ള ഡു യു വോണ്ട് ടു മേക്ക് ചേഞ്ചസ് ടു ഡിവൈസ് അങ്ങനെ ഒരു ഡയലോഗ് അത് ബോക്സ് യെസ് വരാറില്ലേ മാം, കൊടുക്കാം. അതാ വന്നത്. അത് യെസ് കൊടുത്തു. കൊടുക്കും. കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്താ വന്നേ? വീണ്ടും എനിക്ക് ആ എസ് ഓപ്ഷൻ കൊടുത്തിട്ടും വീണ്ടും ആ സെയിം ഡയലോഗ് ബോക്സ് ആയിരുന്നു വന്നത്. അതൊന്നുകൂടി യെസ് കൊടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് ക്ലിക്ക് ചെയ്തോണ്ടായിരിക്കും ഒരു പക്ഷേ. ഓക്കെ. ഇതാരും സ്പിൻ ചെയ്യുന്നത്? ഷാക്കിർ ഒന്ന് ആ ഒരു പേജ് ഒന്നുകൂടി എടുക്കും. ഓക്കെ, കസ്റ്റം കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കാം കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് ആ MySQL സെർവേഴ്സ് ഇല്ലേ, അതൊന്ന് എക്സ്പാൻഡ് ചെയ്തേ. ആ സൈഡിലെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. വീണ്ടും ആ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യും, ഒന്നുകൂടി ചെയ്തോ. ഇനി അതിനകത്ത് ആ ഫസ്റ്റത്തെ ഓപ്ഷൻ ഇല്ലേ, ഏറ്റവും ഫസ്റ്റത്തെ അതന്നെ, അത് ക്ലിക്ക് ചെയ്തിട്ട് ആ ഗ്രീൻ ആരോ ക്ലിക്ക് ചെയ്യും. ഓക്കെ, ഇനി അത് മിനിമൈസ് ചെയ്ത് മുകളിലോട്ട് ഇടുക. ആ മൈനസ് ക്ലിക്ക് ചെയ്ത് മുകളിലോട്ട് ഇടും. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ് അതേപോലെ എക്സ്പാൻഡ് ചെയ്തേ. അതിനകത്ത് വർക്ക് ബെഞ്ച് എക്സ്പാൻഡ് ചെയ്യും. ഇതേപോലെ റിപ്പീറ്റ്, ഏറ്റവും ആദ്യത്തത് വരാം, അതിനപ്പുറത്തോട്ടേക്ക് ഇടാം, മിനിമൈസ് ചെയ്യാം. ദെൻ ഷെൽ എടുക്കുക, MySQL ഷെൽ കേട്ടോ. അതിന്റെ ആപ്ലിക്കേഷനിൽ തന്നെ MySQL ഷെൽ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ ആഡ് ചെയ്യാം. അത് മൂന്ന് മതി, റൂട്ടറിന്റെ ആവശ്യമില്ല. ഇനി എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു. ആ ഒരു ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുക്കുക. ഡോക്യുമെന്റേഷൻ ഒന്നും വേണ്ട, നമുക്ക് ഇത് മൂന്നേ ആവശ്യമുള്ളൂ. ഇനി നെക്സ്റ്റ് കൊടുക്കുക, ദെൻ എക്സിക്യൂട്ട് കൊടുക്കുക. അല്ല, അവിടെ ഒന്നും ചെയ്യണ്ട, എക്സിക്യൂട്ട് കൊടുത്താൽ മതി ഡയറക്റ്റ്. അത് ചെക്ക് ബോക്സ് ടിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക.
ക്ലോസ് കൊടുക്കും. നെക്സ്റ്റ് കൊടുക്കും. എക്സിക്യൂട്ട് മാം കൊടുക്കും. ഇത്ര ഒന്ന് ചെയ്യട്ടെ. കുഴപ്പമില്ല, ചെയ്തു. ഓക്കെ. എവിടെയെങ്കിലും സ്റ്റോപ്പ് ആവണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആർക്കെങ്കിലും ഡൗൺലോഡിന്റെ എവിടെയെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൺഫ്യൂഷനോ വരുവാണെങ്കിൽ ചോദിക്കുക, ചോദിച്ചിട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ പിന്നെ ഇരട്ടി പണിയാവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അപ്പൊ ചോദിക്കാം കേട്ടോ. ഈ ഒരു സ്റ്റേജ് വരെ എല്ലാവരും ആക്കി വെക്കുക. ഡൗൺലോഡ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരെ എല്ലാവരും ചെയ്തു വെക്കുക. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും സ്റ്റോപ്പ് ആവുകയാണെങ്കിൽ പറയാം. മാം ഇതെല്ലാം സെലക്ട് ചെയ്തതിനു ശേഷമാണ് എക്സിക്യൂട്ട് കൊടുക്കേണ്ടത്? അതെ, സെലക്ട് ചെയ്യേണ്ടത് സെർവർ, വർക്ക് ബെഞ്ച്, ഷെല്ല്, അത് മാത്രം കേട്ടോ സെലക്ട് ചെയ്യേണ്ടേ. ഓക്കെ ഓക്കെ ഓക്കെ. മാം ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ, ഒരു ഇടയ്ക്കൊരു മിസ്സിംഗ് പോലെ. ഷെയർ ചെയ്തോട്ടോ. ഷാക്കിർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാവോ? താങ്ക് യു. മാം കാണുന്നുണ്ടോ? ഇവിടം വരെ എത്തി. അത് ആയിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റാളിംഗ് ആണ് സ്റ്റാറ്റസ്. ആണോ? ഓക്കെ ഓക്കെ. അതിന്റെ ഇടയ്ക്ക് ഒരു പുതിയൊരു വിൻഡോ വന്നോ? ഇല്ല, അത് കഴിഞ്ഞതിന് ശേഷം ഇതാ വന്നത്. ചെക്ക് റിക്വയർമെന്റ്സ് വന്നു, അപ്പൊ എക്സിക്യൂട്ട് കൊടുത്തു. എക്സിക്യൂട്ട് കൊടുത്തു. ആ സെർവർ, വർക്ക് ബെഞ്ച്, ഷെല്ല്. അതൊക്കെ അത് വരുമായിരിക്കും. കുറച്ചേരം ഒന്ന് നോക്കി നോക്കട്ടെ. ഓക്കെ. ചെയ്യും. ഇതില് ഇപ്പൊ കൊടുത്തു പാസ്വേഡ്. ഇനി നെക്സ്റ്റ് കൊടുക്ക. നെക്സ്റ്റ് കൊടുക്ക. നെക്സ്റ്റ്. 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 എക്സിക്യൂട്ട്. നെക്സ്റ്റ് കൊടുക്കട്ടെ? കൊടുത്തോ. ഫിനിഷ് കൊടുക്ക. അതൊന്ന് ആ വിൻഡോ ഒന്നുകൂടി എടുത്തേ. വന്ന വിൻഡോ ഒന്ന് അതിനെ വലിയ സ്ക്രീൻ ആക്കാണ്ട് ചെറിയ സ്ക്രീൻ ആക്കിട്ടെ. ഓക്കെ. അതിലിനി ലോക്കൽ ഇൻസ്റ്റൻസ് എന്നുള്ള ഓപ്ഷൻ എടുക്ക. താഴെ ലോക്കൽ ഇൻസ്റ്റൻസ് റൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളു. ഓക്കെ ഓക്കെ. ഇവിടെ ഇപ്പൊ കൊടുത്ത പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്ക.
വേണമെന്നുണ്ടെങ്കിൽ ആ പാസ്വേഡ് സേവ് ചെയ്ത് വെക്കുക. അതായത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പാസ്വേഡ് അടിച്ചു കൊടുക്കാണ്ട് അതിന് സേവ് ചെയ്ത് വെക്കുക. പക്ഷെ അപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ആ പാസ്വേഡ് മറന്നു പോകരുത്. ഓക്കെ. ഇനി ആ സൈഡിലുള്ള ആ ഓട്ടോമാറ്റിക് കോണ്ടെക്സ്റ്റിനെ നമുക്ക് ഹൈഡ് ചെയ്യണം. അപ്പൊ ആ മുകളിലുള്ള ഒരു ബ്ലൂ ലൈൻ വെച്ചിട്ടുള്ള 3 ഐക്കൺസ് കണ്ടില്ലേ, അതിൽ ഏറ്റവും റൈറ്റിലുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ. എന്ത് മാം? അഡ്മിനിസ്ട്രേഷൻ മാറ്റി സ്കീമാസ് ആക്കുക. അവിടെ താഴെ കണ്ടോ ലെഫ്റ്റ് സൈഡില് താഴെ അഡ്മിനിസ്ട്രേഷൻസ് സ്കീമാസ് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. അതിൽ സ്കീമാസ് എടുക്കും. ഓക്കെ. സ്കീമാസ് ക്ലിക്ക് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഡാറ്റാബേസിന്റെ ഡീറ്റെയിൽ. ബൈ ത്ത് ഉള്ള ഒരു ഡാറ്റാബേസ് ആണ് സിസ് എന്ന് പറയുന്ന ഡാറ്റാബേസ്. ഡാറ്റാബേസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഐക്കൺ ആണ് ആ കാണുന്നത്. ഓക്കെ, ഇത് ബൈ ഡീഫോൾട്ട് വരുന്ന ഒരു എന്താ പറയാ ഒരു ഡാറ്റാബേസ് ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, നമ്മൾ പുതിയ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ആ ഡാറ്റാബേസിനകത്തോട്ടേക്ക് പുതിയ ഡാറ്റാസ് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്തിട്ടാണ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഒരു ഡാറ്റാബേസ് വരും. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഈ സിസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ എന്റെ കയ്യിൽ നോക്കിയേ ഒരുപാട് ഡാറ്റാബേസസ് വേറെ ഉണ്ട്. DB1, ഹൈ, സെയിൽസ്, ടെക് അല്ലെ, അതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസ് ആണ്. അപ്പൊ ഈ ഡാറ്റാബേസ് സ്കീമാസിന്റെ അണ്ടറിലാണ് ട്ടോ വരാ. ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. ക്രിയേറ്റ് കൊടുക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് ഡാറ്റാബേസ് അല്ലേ ക്രിയേറ്റ് ചെയ്യേണ്ടത്, അപ്പൊ ക്രിയേറ്റ് ഡാറ്റാബേസ് എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ ഡാറ്റാബേസിന് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോ കൊടുക്കാൻ പോകുന്നത് DB2 എന്നാണ്. ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് കൊടുക്കുക. ഒരു സെമിക്കോളൻ കൊടുക്കുക. ദെൻ ഡാറ്റാബേസിന്റെ പേര് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അത് എന്ത് വേണേലും നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. ഞാൻ DB2 എന്നാണ് കൊടുത്തത്. വൺസ് ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ കേഴ്സർ വെക്കുക. കേഴ്സർ ഇവിടെ വെച്ചതിന് ശേഷം ഇവിടെ മുകളിൽ 2 ഐക്കൺ ഉണ്ട്. അതിനകത്ത് ഈ സെക്കൻഡ് ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എക്സിക്യൂട്ട് ദ സ്റ്റേറ്റ്മെന്റ് അണ്ടർ ദ കീബോർഡ് കേഴ്സർ. കീബോർഡ് കേഴ്സറിന്റെ തൊട്ടടുത്തുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണോ അത് റൺ ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അത് റൺ ചെയ്ത് കഴിയുമ്പോൾ താഴെ ഇങ്ങനെ ഒരു ഗ്രീൻ ടിക്കില് ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് പറഞ്ഞ് കാണിക്കും. അതായത് ഇപ്പൊ ഒരു ഡാറ്റാബേസ് DB2 നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, അത് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ആണ്. പക്ഷെ അത് ഇവിടെ വന്നിട്ടില്ലല്ലോ. അതിവിടെ വരാൻ വേണ്ടിയിട്ടൊന്ന് ഇതിനെ റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ DB2 ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ റീഫ്രഷ് ചെയ്യുന്നത്. റീഫ്രഷ് ചെയ്യുമ്പോൾ DB2 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൾറെഡി DB2 അവിടെ വന്നു കഴിഞ്ഞു. അതായത് DB2 എന്ന് പറയുന്ന ഡാറ്റാബേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി ഞാൻ വീണ്ടും പോയിട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് പറഞ്ഞിട്ട് ഇതിനെ റൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതായത് ഇവിടെ എറർ കാണിക്കും. കണ്ടോ, എന്താ എറർ? കാൺ ക്രിയേറ്റ് ഡാറ്റാബേസ് DB2, ഡാറ്റാബേസ് എക്സിസ്റ്റ്. ഡാറ്റാബേസ് എക്സിസ്റ്റ് ആണ്. DB2 എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓൾറെഡി ഉണ്ടല്ലോ, നമ്മൾ തൊട്ട് മുമ്പാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഇവിടെ വന്നത്. ഇനി രണ്ടാമത് അതേ കോഡിനെ റീറൺ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? എറർ ആയിരിക്കും. ഓക്കെ, കാൺ ക്രിയേറ്റ് ഡാറ്റാബേസ് DB2 എന്ന് പറഞ്ഞിട്ടുള്ള എറർ ആയിരിക്കും അവിടെ കാണിക്കാം. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ, ഇനി വൺസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസുകളെ നമുക്ക് കാണണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ആണ് ഷോ എന്ന് പറയുന്ന കമാൻഡ്. നിങ്ങൾ എപ്പോഴും കൊടുക്കുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ വേണം കേട്ടോ കമാൻഡ് കൊടുക്കാനായിട്ട്. സ്മോൾ ലെറ്ററിൽ കൊടുത്താൽ വർക്ക് ചെയ്യില്ല എന്നല്ല, വർക്ക് ചെയ്യും. പക്ഷെ അത് ക്യാപിറ്റലിൽ കൊടുക്കുന്നതാണ് നമുക്കൊരു സ്റ്റാൻഡേർഡ് വേ എന്ന് പറയുന്നത്. ദെൻ ഷോ ഡാറ്റാബേസസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കോളൻ കൊടുത്തു. ദെൻ ഇത് വീണ്ടും റൺ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ സിസ്റ്റത്തിനകത്തുള്ള ഡാറ്റാബേസുകളുടെ പേര് മൊത്തം എനിക്ക് കിട്ടും. DB1 ഉണ്ട്, DB2 ഉണ്ട്, ഹായ് ഉണ്ട്, ദെൻ സെയിൽസ് ഉണ്ട്, ടെക് ഉണ്ട്. പിന്നെ ഇൻഫോർമേഷൻ സ്കീമ, MySQL, പെർഫോമൻസ് സ്കീമ, സിസ് എന്നൊക്കെ പറയുന്ന ഈ 4 ഐറ്റംസും ഒരു വർക്ക് ബെഞ്ചിനകത്ത് ഓൾറെഡി കിടക്കുന്ന ഡാറ്റാബേസുകളാണ്. അത് ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ളതാണ്. ഇൻഫോർമേഷൻ സ്കീമ, MySQL, പെർഫോമൻസ് സ്കീമ, സിസ്.
ഇതല്ലാത്ത ബാക്കിയെല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഡാറ്റാബേസസ് ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ ഷോ ഡാറ്റാബേസസ് കൊടുത്തിട്ട് അതിനൊന്ന് ഷോ ചെയ്ത് നോക്കാട്ടോ. ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കി. റൺ ചെയ്യാനൊക്കെ പറ്റുന്നില്ലേ നോക്ക്. ചിലവർക്ക് ചിലപ്പോ റൺ ചെയ്യാൻ പറ്റാത്ത ഇഷ്യൂ വരും. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി പറ്റുന്നില്ലേ എന്നുള്ളതൊക്കെ. മാം മുകളിലത്തെ സെക്കൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് എന്താ മാം ചെയ്യേണ്ടത്? ഇതോ? ആ അത് റൺ ചെയ്യാൻ വേണ്ടിട്ട് ഒരു കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് സെമിക്കോളം കൊടുത്തില്ലെങ്കിൽ എറർ വരും കേട്ടോ. പക്ഷെ ഞാനിവിടെ സെമിക്കോളം കൊടുത്തില്ലെങ്കിൽ കണ്ടോ ഈ ഒരു ഇതിന് എറർ വരും. സോ ഓരോന്ന് കഴിയുമ്പോൾ സെമിക്കോളം കൊടുക്കാം. ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് റൺ ചെയ്യുക. റണ്ണ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് ആണെങ്കിൽ ഈ പച്ച കളറിലുള്ള ടിക്ക് വരും. തെറ്റാണെങ്കിൽ ഇങ്ങനെ റെഡ് കളറിലുള്ള ഇൻറ്റു വരും. ദെൻ ആ കൊടുത്ത സാധനം ഇപ്പുറത്തെ സ്കീമാസിൽ വരുന്നുണ്ടോ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. റീഫ്രഷ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഡാറ്റാബേസിന്റെ പേര് ഇവിടെ കാണാൻ പറ്റും. ഞാൻ ആ സെക്കൻഡ് ഐക്കൺ ക്ലിക്ക് ചെയ്തു, പക്ഷെ താഴെ ഔട്ട്പുട്ടിന്റെ അവിടെ ഒന്നും കാണിക്കുന്നില്ല. ആക്ഷൻ ഔട്ട്പുട്ട് കാണിക്കുന്നില്ല. ഒന്ന് ഷെയർ ചെയ്തേ. ഇല്ല. ആ ഓക്കെ. അയ്യോ എവിടെ പോയി? ആ കാണുന്നുണ്ടോ മാം? ഉം. ഒന്ന് അതിനെ വലുതാക്കി ആ വലുതാക്കിയിടും. അതല്ല MySQL വർക്ക് ബെഞ്ചിനെ വലുതാക്കിയിടും. അയ്യോ അതെവിടെ പോയി? ആ താഴെയുണ്ട്. ഓക്കെ ഓക്കെ, അതിനെ ചെറുതായിട്ട് വേണമെങ്കിൽ ഒന്ന് കണ്ടില്ല. ഓക്കെ മുകളിലോട്ട് ഡ്രാഗ് ചെയ്തിട്ടാ മതി കുറച്ച്. ആ ഔട്ട്പുട്ടിന്റെ മുകളിലുള്ള ആ ഒരു അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു ലൈൻ ഇല്ലേ, ആ ആ അവിടെ വെച്ച് മുകളിലോട്ട് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ. ബാക്കിയുള്ളത് ഇൻഡു അടിച്ച് കളയട്ടെ മാം? ഇല്ല വേണ്ട, അത് എറർ കുഴപ്പമില്ലല്ലോ. കാണിക്കുന്നതാണ്. ഇല്ല കുഴപ്പമില്ല. ഓക്കെ. അടുത്തത് ഇനി എന്റർ ഇനി ആ കഴിഞ്ഞിട്ടല്ലേ ഒരു ഷോ? ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ചെറിയ സ്കീമാസിന്റെ നേരെ കിടക്കുന്ന ചെറിയ അരോസ് കണ്ടില്ലേ മുകളില്? ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു വിൻഡോ ഇല്ലേ, ക്വറി വണ്ണിന്റെ ഇപ്പുറം ആ ആ കിടക്കുന്ന ആ ആ ആ സ്കീമാസിന്റെ റിഫ്രഷ്. നേരെയുള്ള അത് റിഫ്രഷ് കൊടുക്കും. അപ്പൊ ആ DB2 അവിടെ വന്നത് കണ്ടോ? ആ ആ ഓക്കെ അതിപ്പോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസ്. സിസ് എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ സിസ്റ്റത്തിനകത്ത് ഓൾറെഡി ഉള്ള ഡാറ്റാബേസ്. ഓക്കെ ഇനി ആ ഡാറ്റാബേസിനെ ഓക്കെ. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഷോ ഡാറ്റാബേസസ് കൊടുത്ത് അത് ഇതേപോലെ തന്നെ അവിടെ യെല്ലോ ഐക്കൺ കൊടുത്ത് റൺ ചെയ്യും. അപ്പൊ അതിനകത്തുള്ളത് ഇപ്പൊ DB2 നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ളത് സിസ്റ്റത്തിന്റെ അകത്ത് ഓട്ടോമാറ്റിക്കലി ഉള്ളത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ മാം. ഓക്കെ ഓക്കെ. ഇപ്പൊ സ്റ്റോപ്പ് ചെയ്തോ. ബാക്കി ക്ലാസ് നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. എങ്ങനെ ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ഡാറ്റ എങ്ങനെ ഇൻസേർട്ട് ചെയ്യാന്നൊക്കെ നാളത്തെ ക്ലാസ്സിൽ നോക്കാം കേട്ടോ. മാം ഇത് സേവ് ചെയ്യണോ? സേവ് ചെയ്തു. ജസ്റ്റ് ഫയലിൽ പോയിട്ട് സേവ് കൊടുത്താൽ മതി. ആ ഓക്കെ അപ്പൊ അതിന് പേര് കൊടുക്കണേ സേവ് ആസ് കൊടുത്താൽ പേര്